ദൈവം ഞങ്ങളെ സഹായിച്ചു. മഞ്ഞാടി ബഥേൽ ബദർ അസംബ്ലിയുടെ മുഖാന്തരം ഞങ്ങൾ നടത്തുന്ന ഈ വേലയെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ സുവിശേഷമായി കടന്നു ചെന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നേയും കടന്നു വന്ന് കർത്താവിന്റെ വചനം പറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാഗൽഭ്യമുള്ളവരാണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പറയുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടു ചരിത്രമോ കുടുംബചരിത്രമോ സമ്പത്തിന്റെ കാര്യമോ മക്കളുടെ കാര്യമോ മറ്റു വിഷയങ്ങൾ പോലത്തെ രാഷ്ട്രീയമോ ഒന്നുമല്ല. വളരെ സിമ്പിളായ ഒരു വിഷയമാണ്, എന്നാൽ ഏറ്റവും വിലപ്പെട്ട ഒരു വചനവുമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് കർത്താവായ യേശുക്രിസ്തു? ഈ യേശുക്രിസ്തു എവിടെ നിന്ന് വന്നു? യേശുക്രിസ്തു ആരാണ്, എവിടെയാണ്, എവിടെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് പിതാവായ ദൈവം തന്റെ പുത്രനെ സ്വർഗത്തിൽ വാഴിച്ചിരിക്കുകയാണ്. ഈ സ്വർഗത്തിൽ വാഴിച്ചിരുന്നത് തന്റെ പുത്രന്റെ പിതാവായ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷവും ഭൂമിയിൽ ആവശ്യമുള്ള സകല സസ്യാദികളെയും വന്യമൃഗങ്ങളെയും സമുദ്രത്തെയും കടലിനെയും എന്ന് വേണ്ട സകലത്തെയും കർത്താവ് സൃഷ്ടിച്ചു. അതിനുശേഷം ഒടുവിലായി മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ ചുമ്മാതെ ഉണ്ടാക്കിയല്ലായിരുന്നു, ഏതെങ്കിലും ഒരു രൂപത്തിൽ അങ്ങ് ഉണ്ടാക്കി വെക്കുകയല്ലായിരുന്നു. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം രൂപത്തിൽ തന്നെയാണ്. സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി അത് ചെയ്തത് മെറ്റീരിയൽ ഒന്നും ഉപയോഗിച്ചല്ല, സ്റ്റീൽ ഉപയോഗിച്ചല്ല, സ്വർണം ഉപയോഗിച്ചല്ല, ഇരുമ്പ് ഉപയോഗിച്ചല്ല, കളിമണ്ണ് നിലത്ത് കിടക്കുന്ന മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യ രൂപത്തിൽ ഉണ്ടാക്കി. അതിനുശേഷം തന്റെ ജീവശ്വാസം കർത്താവ് ആ വ്യക്തിയുടെ മൂക്കിൽ ഊതിക്കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടായി. ആ വ്യക്തി സംസാരിക്കുന്ന ഒരു ദേഹമായി മാറി. അവന് കർത്താവ് ഒരു പേര് ഇട്ടു, ആദാമെന്ന്. അവന് തുണയായി ആ കർത്താവ് അവനൊരു സഖിയെ, നല്ലൊരു സഖിയെ അവന് കൊടുത്തു. അവരുടെ പേരാണ് ഹവ്വ. ഈ ഹവ്വയെ കർത്താവ് നമുക്കറിയാൻ സാധിക്കും ഈ ഭൂമിയിലെ ഏദൻ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടത്തിൽ ഫലവൃക്ഷാദികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന മുഖത്തും ഫലത്തിൽ നിന്നും ഫലവൃക്ഷത്തിൽ നിന്നും നിങ്ങൾ കഴിക്കരുത്, അതല്ലാതെ ഏത് മരത്തിൽ നിന്നും ഭക്ഷിച്ച് കഴിക്കാന്ന് പറഞ്ഞ അവര് പാമ്പ് സാത്താന്റെ രൂപത്തിൽ കടന്നു വന്ന് ഈ ആദാമിനെയും ഹവ്വയെയും തെറ്റിച്ച് ഹവ്വ ആ ഫലം പറിച്ച ആദാമിനും കൊടുത്തു. അതിനുശേഷം അവളും കഴിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവരുടെ മാനുഷിക കണ്ണുകൾ തുറന്ന് അവർ അന്ധരായിരുന്നെന്ന് മനസ്സിലായി. അവർ മനുഷ്യൻ മനസ്സിലാക്കാൻ അവർക്കിടയായി. അവർ അന്ധരാണെന്ന് മനസ്സിലായി, നഗ്നരാണെന്ന് മനസ്സിലായി. കർത്താവ് എന്നും കടന്നു വരുന്ന സമയമാണ്. സായാഹ്നമാകുമ്പോൾ കർത്താവ് തോട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് ഇവരുടെ സേവന്വേഷണം ഇവരെ അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർ മറിഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത്? ഒരു കാട്ടിൽ മറിഞ്ഞിരിക്കുകയാണ്. എന്താണ് കാരണം? അവർക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞതിന്റെ വിരുദ്ധമായി ഞങ്ങൾ ചെയ്തു. ഇനി കർത്താവിന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല, അധികാരവും ഇല്ല. എന്നാൽ കർത്താവ് വന്ന് ആദാമേ എന്ന് വിളിച്ചപ്പോൾ അവൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കടന്നു വരിക എന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, എന്താണ് കാരണം? അപ്പോൾ പറഞ്ഞു, പാമ്പ് സാത്താനെന്ന രൂപത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് നടുക്കു നിൽക്കുന്ന മരത്തിന്റെ ഫലം തിന്നുവാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചു. ആ കാരണം മൂലം ഞങ്ങളെ തിന്ന് ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഫലം തിന്നതിന്റെ മുഖാന്തരം സകല മനുഷ്യരും പാപിയായി തീർന്നു. ബാധാവ് തുടങ്ങി മറ്റ് ജനിച്ച് ഇന്ന് ഭൂമിയിൽ കാണുന്ന മില്യൺസ് ഓഫ് പീപ്പിൾ എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ ഇവരെ വിടുവിപ്പാൻ വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം 2025 വർഷം മുമ്പ് ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ചു. ഇവിടെയാണ് പുത്രനെ അയച്ചത്. കർത്താവ് ജനിച്ചത് എല്ലാ കൂടാരത്തിലോ വലിയ
മണിമേഖലയിലോ ഒന്നുമല്ല. കർത്താവ് ജനിച്ചത് ഒരു പശുക്കൂട്ടിലാണ്. ആ പശുക്കൂട്ടിൽ ജനിച്ച വേറെ കാണാൻ വേണ്ടി വിദ്വാൻമാർ കടന്നു വന്ന് ഹിന്ദുക്കം സ്വർണ്ണ വെച്ച് അവനെ ആരാധിച്ചു. അവർ കടന്നുപോയി. എന്നാല് കർത്താവ് വളർന്ന് 33 തിരുവയസ്സുകളുടെ ഭൂമിയിൽ ജീവിച്ചു. അതിനിടയിൽ പല അത്ഭുതങ്ങളും ആശ്ചര്യ കർമ്മങ്ങളും കർത്താവ് നടത്തി. കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. 4 ദിവസമായി നാറ്റം വെച്ച് അവന്റെ മാർത്തയും മറിയും എന്ന 2 സഹോദരിമാരുടെ ആംഗ്ലയായിരുന്നു. ആ വ്യക്തിയെ ഉയർപ്പിച്ച് കർത്താവ് അവരെ ആദ്യമായി അങ്ങനെ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു വ്യക്തിയാണ് കർത്താവ്. അതുപോലെ കാലാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ ആളാണ് കർത്താവ്. 38 വർഷക്കാലം കുളക്കയിൽ കിടന്ന മുടന്തന് കർത്താവ് സൗഖ്യം കൊടുത്തതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതെല്ലാം ചെയ്ത ശേഷം കർത്താവ് നമുക്കറിയാം എന്തിനാണ് വന്നതെന്നുള്ളതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല. കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ ഭാവത്തിൽ നിന്നുള്ള ഒരു വിമുക്തി ആവശ്യമാണ്. അതിനുവേണ്ടി സ്വന്തം പുത്രനെ ഭൂമിയിൽ അവതരിപ്പിച്ചു. കാരണം അവർ കർത്താവിനെ ഭൂമിയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ അയക്കുകയായിരുന്നു. തക്ക സമയത്ത് മനുഷ്യർക്ക് വേണ്ടി അഭക്തർക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി അവൻ തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുതന്നു. എന്നാൽ അതിനറിയാം അന്നത്തെ ഗവൺമെന്റ് അതിന് വിരുദ്ധമായി അവിടെയുള്ള മഹാപുരോഹിതന്മാരും രാജാക്കന്മാരും പ്രമുഖന്മാരും ശ്രേഷ്ഠന്മാരെല്ലാം കർത്താവിന് വിരുദ്ധമായി മാറി കർത്താവിനെ വിധിപ്പാൻ കൊണ്ടുപോയി. വിധിപ്പാൻ കർത്താവിന് മഹാപുരോഹിതനായ പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുപോയി അവരോട് നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചതിന് അവർ ഒന്നും ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് അവരോട് തിരിച്ചും മറിച്ച് പല ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ അവരൊന്നും പറയാതുകൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ ഇതിലൊരു കുറ്റവും കാണുന്നില്ലെന്ന് ഈ പീലാത്തോസ് കർത്താവിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യം നിവർത്തിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ വെള്ളം എടുത്ത് കൈകൾ കഴുകി അവൻ എല്ലാവരുടെയും മുമ്പേ ഞാൻ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം വിളിച്ചറിയിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും പാപിയാണ്. പാപത്തിൽ ജനിച്ചു പാപത്തിൽ മരിക്കാനാണ് മനുഷ്യൻ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. എന്നാല് ദൈവം ഒരു പ്രക്രിയ അവിടെ നടത്തി. മനുഷ്യന് സ്വർഗവും നരകവുമുള്ള 2 കാര്യം മനുഷ്യൻ നിയമിച്ചു. അതിൽ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവരെ മകനായി മകളായി തീരുവാണെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാനാണ് അധികാരം കൊടുത്തെന്ന് നിർവചനത്തിൽ വായിക്കുന്നുണ്ട്. ബൈബിളിൽ നിന്ന് പറഞ്ഞൊരു കറുത്ത പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പുസ്തകം ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളെക്കാളും ഏറ്റവും വിലയേറിയതും മഹത്വകരമായ ഒന്നാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാണ് അധികാരം കൊടുത്തിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ വലിയ ഭാഗ്യം കർത്താവ് നൽകി തന്നു. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾ ഒരു കാലത്ത് ഭാവികളായിരുന്നു. ഈ ലോകത്തിന്റെ മേച്ചകളിൽ ദുഷ്ടതകളിൽ കാമമോഹങ്ങളിൽ ഞങ്ങൾ ജീവിച്ചതായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം ഞങ്ങളിൽ പ്രക്രിയ ചെയ്തപ്പോൾ ഞങ്ങളുടെ പാപം കഴുകി ഞങ്ങൾ കർത്താവ് സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചു. അവരെ മകനായി തീർന്നു മകളായി തീർന്നു. ഇന്ന് ദൈവത്തിന്റെ മകനാണ്. അതിനാൽ ശേഷം കർത്താവ് നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്ന ഓരോ മനുഷ്യനും 70-80 ആയാലും മുമ്പിൽ മരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മരിച്ച ശേഷം എവിടെ പോകുന്നുള്ള നിർണയം നിങ്ങൾ ഇന്ന് തന്നെ എടുക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. എന്നാൽ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചില നിബന്ധനകളുണ്ട്. അവരെ കൈക്കൊണ്ട് അവർ നാമത്തിൽ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെന്റെ രക്ഷിതാവാണ്, എന്റെ ദൈവമാണെന്നുള്ളത് പൂർണ്ണമായി എന്റെ കർത്താവെ നീ എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് എന്നെ ശുദ്ധമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപത്തെ അവൻ തീർച്ചയായിട്ടും കഴുകിക്കളയും, ഇല്ലാതെയാക്കും. ആ കർത്താവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ആ കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആളെ നല്ലവനായ കർത്താവ് ഇന്ന് ഭൂമിയിൽ മനുഷ്യനെ എല്ലാം ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാൻ സാധിക്കും, എല്ലാ മനുഷ്യനും അവന്റെ ഇഷ്ടം അനുസരിച്ച് താന്തോന്നികളായി ജീവിക്കുന്ന ലോകത്തിലാണ് മനുഷ്യനെ നാം കാണുന്നത്.
എന്നാൽ ഇത് ഞങ്ങൾ പറയുന്നത് മതപരമായ രാഷ്ട്രീയമായ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നത് കാൽവരി ക്രൂസിൽ ജീവൻ തന്നെ ഞങ്ങളെ സേവിച്ചു. കാൽവരി ക്രൂസ് എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിച്ച ക്രൂസ് നാട്ടിയ സ്ഥലമാണ്. ഗോൽഗോത്ത എന്ന സ്ഥലത്താണ് ക്രൂസ് ഉണ്ടായിരുന്നത്. അന്ന് വരെ ഈ ക്രൂസ് ശാപത്തിന്റെ നിഴലായിരുന്നു. കർത്താവിനെ ആ ക്രൂസിൽ ക്രൂശിച്ച സമയത്തിന് ശേഷം ക്രൂസ് പ്രത്യാശയുടെ പ്രതീതമായി മാറി ഒരു വിശ്വാസിക്ക് അംഗീകരിക്കാൻ കൊള്ളാവുന്ന കൈക്കൊള്ളാൻ കൊള്ളാവുന്ന ഒന്നായി തീർന്ന ക്രൂസ്. ആ ക്രൂസിന്റെ നിലയിലാണ് ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഞങ്ങൾ ഇന്ന് മരിച്ചാൽ കർത്താവിനോട് ആയിരിക്കും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഇത് വരുവാൻ സാധിക്കുമോ? നിങ്ങൾക്ക് വരുവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നില എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, വസ്തു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണ്ട. എന്റെ കർത്താവെ, ഞാനൊരു ഭാവിയാണ്, എന്നെ നിന്റെ മകനായി സ്വീകരിക്കണം. ഞാൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയവരാണ്, അതിനാൽ എന്നെ വിമുക്തരാക്കണം പാപത്തിൽ നിന്നുള്ള ഒറ്റ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കർത്താവ് മകനാക്കി തീർക്കും. ഇങ്ങനെയുള്ളവരായ ആ കൂട്ടത്തിലായി തീരുവാൻ ഞങ്ങളെയും കർത്താവ് സഹായിച്ചു. ഇന്ന് ഇവിടെ കടന്നു വന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ വീണ്ടും പറയാറുള്ളത്, ഈ കർത്താവ് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്. കർത്താവ് മരിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചു, തന്റെ തലയിൽ ശിരസ്ത്രം അണിയുക എന്ന് പറയുന്നാൽ മുള്ളുകളിലുള്ള കെട്ടി അവനെ അടിച്ചിറക്കി, കാലുകളിലും കൈകളിലും കൈകാലിലും നാടുകൾ അടിച്ചിറക്കി, ഉഴവുചാരുകൾ പോലെ അവന്റെ മാരണത്തിൽ രക്തം ഒഴുകി, ഉറവുചാലിൽ പോലെ കീറി. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് സൂര്യനെ വെല്ലുന്ന ശോഭയോടുകൂടിയ ഒരു നല്ല വ്യക്തിയെ മനുഷ്യൻ ഒരു മാംസതുണ്ടത്തിന് വെല്ലുമായി തീർന്ന ഒരു രംഗത്തേക്ക് മാറുന്നതായി കാണുന്നു. അവിടെയാണ് കർത്താവിന്റെ സ്വന്തം രൂപം നഷ്ടപ്പെടുന്നത്. എന്നാൽ അതുകൊണ്ട് അവിടെ ഈ അധ്യായം അവസാനിക്കുന്നില്ല. കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ മരിച്ച സ്ഥലം അവന്റെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവന്റെ സഹോദരിമാർ പോയി കണ്ടിട്ട് പറഞ്ഞു, സൂര്യന്മാർ അവനോടൊരു കാര്യം പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടുന്ന് പോയി. പറഞ്ഞതുപോലെ സ്വർഗാരോഹണം ചെയ്തു. ഞങ്ങളുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു സ്വർഗത്തിൽ വാഴുകയാണ്. ഈ കർത്താവിനെ ഭൂമിയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ കർത്താവിനെ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ വലിയ വലിയ പള്ളികളിൽ പോയാൽ കർത്താവിനെ കാണാൻ സാധിക്കുകയില്ല. ഈ കർത്താവ് വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ഈ മനുഷ്യന്റെ ഹൃദയം പലതരമായ അഴുക്കുകൾ കൂടി നിറഞ്ഞതാണ്. ആ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസാരത്തിന് വ്യത്യാസം വരും, നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും, നിങ്ങളുടെ ചിന്തകൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ആ ദൈവമാണ് ഞങ്ങളെ ഈ രീതിയിൽ വരുത്തി ഇപ്രകാരം പറയാൻ വേണ്ടി നിങ്ങളുടെ ഈ ഏരിയയിലേക്ക് ഞങ്ങളെ കൂട്ടുവരുത്തിയിരിക്കുന്നത്. ആ നല്ലവരായ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ വിളിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിച്ചാണ് മകളായി തീരണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മകനായി തീരും. നിങ്ങൾ ഏത് ജാതിക്കാരും ആയിക്കൊള്ളട്ടെ, ഏത് ചർച്ചിൽ പോകുന്നവരും ആയിക്കൊള്ളട്ടെ, ഏത് ഭാഷക്കാരും ആയിക്കൊള്ളട്ടെ, കർത്താവ് ഭാഷയോ ജാതിയോ വംശമോ കുലമോ ഒരു വ്യത്യാസമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവരായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ നല്ലതായ കർത്താവിനെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം ഈ ദൈവം ഇന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമായത് അവൻ ഞങ്ങളെ ജീവപര്യന്തം വഴി നടത്തും. ആ നല്ല ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഇനി നിങ്ങൾ മരിച്ചാൽ എവിടെയായിരിക്കും എന്നുള്ള തീർച്ച നിങ്ങൾക്കുണ്ടോ? കർത്താവിൽ മരിച്ചാൽ നിങ്ങൾ കർത്താവ് എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം എരിയുന്ന തീപ്പയ്യയിലായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുണ്ട്. ഈ ദൈവത്തെ നിങ്ങൾ സന്ദർശകമായി സ്വീകരിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് അവനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ കർത്താവോടെയായിരിക്കും. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് മനുഷ്യന്റെ ആത്മാവ്. മൃഗങ്ങൾക്ക് ആത്മാവില്ല. മൃഗങ്ങൾ ചത്തുപോകുമെന്നാണ് പറയുന്നത്. മനുഷ്യൻ മരിക്കുകയാണ്. എന്നാൽ മരിക്കുന്ന മനുഷ്യരെ കർത്താവ് പരീക്ഷയിൽ ചേർത്തുകൊള്ളും. എന്നാൽ ഒരു നാൾ കർത്താവ് കടന്നു വരും. അന്ന് നമ്മെ ചേർക്കാൻ വേണ്ടി അവൻ തന്റെ ദൂരമായ മേഘങ്ങളിൽ വരും. അന്ന് ചേർപ്പാൻ വരുമ്പോൾ നമ്മളെ കർത്താവ് എടുക്കപ്പെടും. നമ്മൾ എടുക്കപ്പെടും. മരിച്ചവർ രൂപാന്തരപ്പെടും. മനുഷ്യൻ ഉയർത്തപ്പെടും. ജീവനോടിരിക്കുന്നത് രൂപാന്തരപ്പെടും. അന്ന് നാം കർത്താവിന്റെ കൂടെ ആയിരിക്കും.
ഇനി നിങ്ങൾ എന്റെ വചനം കേൾക്കുകയാണെങ്കിൽ കർത്താവിനെ ഇത്രമാത്രം ചെയ്യുക, അവനെ സ്വന്തം വിഷയമായി സ്വീകരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. ദൈവവചനം എന്ന് പറഞ്ഞ കറുത്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യം നിങ്ങൾ വായിക്കുക. ഇന്ന് ഭൂലോകത്തിൽ അനേക പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഇതിലുള്ള ഏറ്റവും വില കൂടിയതും വിലയേറിയതും മഹത്വകരമായ അതിശയകരമായ പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിളാണ്, വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ, അതിൽ ഉണ്ടായിരിക്കുന്ന സത്യം മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ല പാതയിലേക്ക് പോകാൻ അത് നിങ്ങളെ നയിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതിനാൽ ഈ നല്ല കർത്താവിനെ നിങ്ങൾ സുന്ദരമായി സ്വീകരിച്ച് അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവനായി ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ച